എവ്രി വൺ. അപ്പോൾ നമ്മൾ ഫോർത്ത് സെമസ്റ്ററിലെ കോംപ്ലിമെൻ്ററി പേപ്പേഴ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കോംപ്ലിമെൻ്ററി പേപ്പറിൽ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് സിസ്റ്റം അനാലിസിസ്, അതായത് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ മീനിങ്ങും ക്യാരക്ടറിസ്റ്റിക്സും അതിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് എന്താണ്, സ്ട്രക്ചറൽ ഫംഗ്ഷൻ അനാലിസിസ് എന്താണെന്ന് മാത്രമാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ 2 പഠിക്കാനുള്ളതിൽ നമ്മൾ ഒരു ടൈപ്പ് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇനി സിസ്റ്റം അനാലിസിസ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, സോ സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു ജീവിക്കുന്നത് ഒരു സിസ്റ്റത്തിനകത്താണ് അല്ലേ. അതായത് നമ്മളിപ്പോൾ ഒരു സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സോ പല മേഖലകളുണ്ടാവും. ഈ പല മേഖലകൾ എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കാം ഈ ഒരു മേഖലകൾ നൽകുന്ന ഇൻപുട്ട് ഔട്ട്പുട്ടായിട്ട് മാറുന്നതും അത് ഒരു സന്തുലിതാവസ്ഥയിലെത്തുന്നതും ഇവിടുത്തെ റിസോഴ്സസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു സൊസൈറ്റിക്കകത്തുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു ഫ്രെയിം വർക്കായിട്ട് ഒരു ചട്ടക്കൂടായിട്ടാണ് പറയുന്നത്. സോ സിസ്റ്റം അനാലിസിസ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഒരു റിനൗണ്ട് ആയിട്ടുള്ള ബയോളജിസ്റ്റ് ആയിട്ടുള്ള ലൂഡ്വിഗ് വോൺ ബർട്ടാലൻഫി എന്ന് പറയുന്ന ആളാണ് ജനറൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം തിയറി എന്ന് പറയുന്നത് വികസിപ്പിച്ചെടുക്കുന്നത്. ടാൽകോട്ട് പാഴ്സൺസ് എന്നുപോലുള്ള ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ ചെസ്റ്റർ ബെർണാൾഡും ഹെർബർട്ട് സൈമൺ തുടങ്ങിയിട്ടുള്ള ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലുണ്ടായിരുന്ന ഒരുപാട് തരത്തിലുള്ള സയൻറ്റിസ്റ്റുകളും അതായത് തിങ്കേഴ്സും ഒക്കെ തന്നെ ഈ ഒരു കൃതി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് ഉൾപ്പെടെയുള്ള ഒരുപാട് മേഖലകളിലേക്ക് കടമെടുത്തു. അതായത് ഒരു ഈ പറയുന്ന ജനറൽ സിസ്റ്റം സിദ്ധാന്തം എന്ന് പറയുന്നത് എന്ത് ചെയ്തു, എല്ലാ ഭാഗങ്ങളിലേക്കും അതായത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കൊണ്ടുവന്നാണ് പറയുന്നത്. ഇതിൽ നിന്നാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്ന കാര്യങ്ങളും റിസോഴ്സസിൻ്റെ കാര്യങ്ങളും ഒക്കെ തന്നെ പറയുന്നത്. ഇനി ഈ സിസ്റ്റം തിയറി എന്താണ് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിസ്റ്റം എന്നാണ്. അതായത് എന്താണ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ബർട്ടാൻ ലാഫി, അതായത് നമ്മുടെ ബയോളജിസ്റ്റ് പറയുന്നതിനനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ടോട്ടലായിട്ട് ഒരു മൂലകങ്ങളുടെ കൂട്ടം അല്ലെങ്കിൽ പരസ്പരം പ്രവർത്തനത്തിൽ നിൽക്കുന്ന മൂലകങ്ങളുടെ കൂട്ടം എല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൂട്ടത്തിനെയാണ് എന്ത് പറയുക. അദ്ദേഹം ഒരു ബയോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ മൂലകം എന്നുള്ള രീതിയിലാണ് അതിനെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിനർത്ഥം എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, പരസ്പരം ഒരുപാട് തരത്തിൽ ബന്ധിപ്പിക്കുകയും അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പ്രക്രിയയെ അടിസ്ഥാനമാക്കിയിട്ട് ഇടപെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസിനെ സംബന്ധിച്ച്, അതായത് നിങ്ങൾക്ക് അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പൊളിറ്റിക്കൽ സയൻസിനെ സംബന്ധിച്ച് ഒരുപാട് ഘടകങ്ങളുണ്ടാവും. ഇപ്പോൾ സ്ഥാപനങ്ങളുണ്ടാവും, അവിടുത്തെ ഒരുപാട് ആളുകളുണ്ടാവും, അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒന്നിനോട് ഇടപഴകി, അതായത് രണ്ടും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു കണക്ഷനിലൂടെ അവരുടെ റിലേഷൻഷിപ്പിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സിസ്റ്റമായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു പൊളിറ്റിക്കൽ സയൻസിനെ സംബന്ധിച്ച് ഒരുപാട് ഘടകങ്ങളുണ്ട്. അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവിടെയുള്ള ആളുകളുണ്ട്, അതിനെയാണ് നമ്മൾ ആക്ടേഴ്സ് എന്ന് പറയാം. അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്, അതായത് പ്രോസസ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്ഥാപനത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിസ്റ്റം എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ സിസ്റ്റം തിയറി എന്ന് പറയുന്നതിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള, അതായത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു വശമാണ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഫീഡ്ബാക്ക് മെക്കാനിസംസ് ഒക്കെ തന്നെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ പരിസ്ഥിതിയിൽ ഇൻപുട്ടുകളുണ്ട്, അതായത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇൻപുട്സ് ഉണ്ട്, അതിന് നമ്മൾ ഔട്ട്പുട്ടാക്കി മാറ്റുന്നു. ചിലപ്പോൾ അത് തീരുമാനങ്ങളാവാം, ചിലപ്പോൾ നയങ്ങളാവാം, ഇതൊക്കെ ആവാം. അതായത് ആളുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, തീരുമാനങ്ങൾ എടുക്കില്ലേ. അപ്പോൾ ആളുകളുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഇൻപുട്ടാണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ അതിലെടുക്കുന്ന തീരുമാനമാണ്. സോ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു സംവിധാനമായിട്ട് മാറുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻപുട്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബയോളജിക്കൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ സൊസൈറ്റിയിലെ റിസോഴ്സസിനെയൊക്കെയാണ് പറയുന്നതെന്ന് പറയാം. എന്നാൽ പൊളിറ്റിക്കൽ സയൻസിൽ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊതുജനം, അതായത് നമ്മുടെ പബ്ലിക്കിൽ നിന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ആ ഒരു എൻവയോൺമെൻറ്റിലെ മറ്റ് ആക്ടേഴ്സിൽ നിന്നുള്ള ആവശ്യങ്ങളും പിന്തുണകളും. അതായത് ഇപ്പോൾ നമുക്കൊരാവശ്യമുണ്ട്, ഇപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം, അപ്പോൾ നമുക്കൊരു ലോ കൊണ്ടുവരണം, അല്ലെങ്കിൽ നമുക്ക് ഒരു സൊസൈറ്റിയിൽ ഒരു മാറ്റം കൊണ്ടുവരണം. അതെന്താണ്, നമ്മുടെ ആവശ്യമാണ്. ഈ ആവശ്യങ്ങൾ നമ്മൾ രാഷ്ട്രീയ സംഘടനകളുമായിട്ട് ചർച്ച ചെയ്യും. അപ്പോൾ ആ രാഷ്ട്രീയ പരിധിയിലുള്ള ആക്ടേഴ്സ് എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണ്, അതായത് നമ്മുടെ പൊതുജന അഭിപ്രായം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെയാണ് എന്ത് പറയുന്നത്, ഇൻപുട്സിൽ പെടുന്നത്. ഔട്ട്പുട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ സംവിധാനം സൃഷ്ടിക്കുന്ന തീരുമാനങ്ങൾ, പ്രവർത്തനങ്ങൾ, നയങ്ങൾ. ഇപ്പോൾ നമുക്കൊരു ലോ കൊണ്ടുവരണം. ഇപ്പോൾ ഒരു ലോ കൊണ്ടുവരുന്ന സമയത്ത്
ഈ റേപ്പ് ചെയ്യപ്പെടുന്നവരെ ഇത്ര വർഷത്തേക്ക് ജീവപര്യന്തം ശിക്ഷിക്കുകയും അതിനുശേഷം വധിക്കുകയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം വെക്കാം. അപ്പോൾ ആ സമയത്ത് ഇത് നമ്മുടെ ആവശ്യമായിരുന്നു. ഔട്ട്പുട്ടായിട്ട് വരുന്നത് എന്താണ്? ഈ ഒരു രാഷ്ട്രീയ സംവിധാനം എന്ത് ചെയ്യും? അതിനുള്ള തീരുമാനങ്ങൾ എടുക്കും. അതായത് ഓക്കെ, ഇവർക്ക് ഇങ്ങനെയാണ് പറയുന്നത്, ഇതിൽ ഡിസ്കഷൻസ് വേണം. ആ ഡിസ്കഷൻസ് കൊണ്ടുവന്നിട്ട് അവരെന്ത് ചെയ്യും? ഒരു തീരുമാനമാക്കി മാറ്റും, അതൊരു നയമാക്കി മാറ്റും, അല്ലെങ്കിൽ പ്രവർത്തനമാക്കി മാറ്റും. ഇപ്പോൾ നമുക്കൊരു റോഡ് വേണം, ആ റോഡ് വേണം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമാണ്. ആ നമ്മുടെ ആവശ്യം നമ്മൾ ഉന്നയിക്കുന്ന സമയത്ത് അത് ഔട്ട്പുട്ടായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു റോഡിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അവർ സാങ്ഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഫണ്ടുകൾ അനുവദിക്കുകയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് റോഡ് ലഭിക്കും. അതിലൂടെ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് വന്നത്. ഇനി ഫീഡ്ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ടുകളോടുള്ള പരിസ്ഥിതിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഈ സിസ്റ്റം ഘടകങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ, അതായത് നമ്മുടെ ഫീഡ്ബാക്കാണ്. നമ്മൾ ഓരോ കാര്യത്തിനും ഫീഡ്ബാക്ക് കൊടുക്കില്ല. ഇപ്പോൾ ഒരു റോഡ് നിർമ്മാണം വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക്, ചിലപ്പോൾ അതിൽ തെറ്റുകളുണ്ടാവാം, ചിലപ്പോൾ അത് നല്ലതായിരിക്കാം, അങ്ങനെ എന്ത് ആയിക്കോട്ടെ, അങ്ങനത്തെ ഉള്ള നമ്മുടെ പ്രതികരണങ്ങളെയാണ് ഫീഡ്ബാക്കിനകത്ത് സൂചിപ്പിക്കുന്നത്. സോ ഇതെന്ത് ചെയ്യും? നമ്മുടെ സിസ്റ്റത്തിനകത്ത് എന്ത് ചെയ്യും? പലതരത്തിലുള്ള ക്രമീകരണങ്ങൾക്കും മാറ്റങ്ങൾക്കും കാരണമാകും. അതായത് ഇതിപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ, അപ്പോൾ പിന്നെ നമുക്കിത് നെക്സ്റ്റ് ടൈം ഇത് ശരിയാക്കാം എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ടാണ് കാരണമാവുന്നത് ഈ ഫീഡ്ബാക്ക് കൊണ്ട്. ഇനി എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് the broader content within which the political system operates, including social, economic and cultural factors. സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള ഘടകങ്ങൾ ഉൾപ്പെടെ ഈ ഒരു രാഷ്ട്രീയ വ്യവസ്ഥ പ്രവർത്തിക്കുന്ന വിശാലമായിട്ടുള്ള ഒരു സന്ദർഭത്തെക്കുറിച്ചിട്ടാണ് പരിസ്ഥിതിനെ പറയുന്നത്. അതായത് ഓവറോളായിട്ട് ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലത്തെയാണല്ലോ നമ്മൾ എൻവയോൺമെൻറ്റ് എന്ന് പറയാം. അവിടെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ടാവും. ഈ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയും പ്രവർത്തിക്കുന്നത് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലായിരിക്കാം. അതിനെയാണ് നമ്മൾ ടോട്ടലായിട്ട് എൻവയോൺമെൻറ്റ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, നമ്മൾ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇൻപുട്ട് പറഞ്ഞു, ഔട്ട്പുട്ടുകൾ പറഞ്ഞു, ഫീഡ്ബാക്ക് പറഞ്ഞു, എൻവയോൺമെൻറ്റ് പറഞ്ഞു. ഈ 4 കാര്യം മറക്കരുത്. ഓക്കെ, ഇനി സിസ്റ്റം അനാലിസിസ് ഇൻ പ്രാക്ടീസ്. ഒരു സിസ്റ്റം തിയറി എന്ന് പറയുന്നത് ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സിസ്റ്റം അനാലിസിസ് ആയിട്ട് മാറുന്നു. അതായത് നമ്മളൊരു സൊസൈറ്റീനെ ഒരു സിസ്റ്റമാക്കി എടുക്കുമ്പോൾ ആ ഒരു സിസ്റ്റം തിയറി എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് ഉപയോഗിക്കുമ്പോൾ സിസ്റ്റം അനാലിസിസ് ആയിട്ട് മാറുന്നു. അതായത് നമ്മളത് അനലൈസ് ചെയ്യുകയാണല്ലോ, അതുകൊണ്ട് തന്നെ അത് സിസ്റ്റം അനാലിസിസ് ആയിട്ട് മാറുന്നു. അത് മറക്കരുത് കേട്ടോ. ദിസ് ഇൻവോൾവ്സ് യൂസിങ് കൺസെപ്റ്റ് ഓഫ് സിസ്റ്റം തിയറി ടു അണ്ടർസ്റ്റാൻഡ് അനലൈസ് ദ ഫങ്ഷനിങ് ആൻഡ് ദ ബിഹേവിയർ ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം ഇൻ റിയൽ വേൾഡ് സെറ്റിങ്സ്. അപ്പോൾ ഈ ഒരു യഥാർത്ഥ ലോകത്തിൻ്റെ ഈ ഒരു ക്രമീകരണങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ സിസ്റ്റംസ്, രാഷ്ട്രീയമായിട്ടുള്ള സംവിധാനങ്ങൾ, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, പെരുമാറ്റം എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സിസ്റ്റം തിയറീൻ്റെ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റം അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടല്ലോ, ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളുകയും അതെങ്ങനെയാണ് പരസ്പരം അത് ഇടപഴകുകയും സ്വാധീനിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ സിസ്റ്റം അനാലിസിസ് ഇൻ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റം തിയറി എന്ത് ചെയ്യും? ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ഉപയോഗിക്കുമ്പോൾ അത് സിസ്റ്റം അനാലിസിസ് ആയിട്ട് മാറുന്നു. ഈ സിസ്റ്റം അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? പലതരത്തിലുള്ള ആശയങ്ങൾ, സിസ്റ്റം റിലേറ്റ് ചെയ്തിട്ടുള്ള ആശയങ്ങൾ ഉപയോഗിക്കാം, അവിടുത്തെ പെരുമാറ്റങ്ങൾ മനസ്സിലാക്കാം, പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാം, സംവിധാനങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും ഒരു ഗവൺമെൻറ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത്? ആ ഒരു ഗവൺമെൻറ്റിനെ അനലൈസ് ചെയ്യുന്നു, അതായത് സിസ്റ്റത്തെ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ സിസ്റ്റം അനാലിസിസിലൂടെ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ പല വിഭാഗങ്ങൾ എങ്ങനെയാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം ബ്യൂറോക്രസി എന്ന് പറയുന്ന തന്നെ പല പല തട്ടുകളുണ്ട്. ഇപ്പോൾ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു 3 ഭാഗങ്ങൾ എന്ന് പറയുന്നത് എത്രത്തോളം കണക്റ്റഡ് ആണെന്ന് അറിയാം. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതെങ്ങനെ സ്വാധീനിക്കുന്നു, ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള വീക്ഷണമാണ് എന്ത് ചെയ്യുക? സിസ്റ്റം അനാലിസിസിൽ പറയാം. ഇമ്പോർട്ടൻസ് ഓഫ് സിസ്റ്റം അനാലിസിസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് എ ഫ്രെയിംവർക്ക് ടു സീ ഹൗ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം ആർ interrelated, ensuring that changes in one part are understood and the context of their effects on the whole system. അതായത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളൊരു പൊളിറ്റിക്കൽ സിസ്റ്റം, ഈ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുടെ പല ഭാഗങ്ങൾ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണുന്നതിനുള്ള ഒരു ഫ്രെയിം വർക്ക് നൽകുകയാണ് നമ്മുടെ സിസ്റ്റം അനാലിസിസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബ്യൂറോക്രസി എന്ന് പറയുന്നൊരു കാര്യം എടുത്തു, അതായത് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തെക്കുറിച്ചിട്ട്. അപ്പോൾ ബ്യൂറോക്രസിയുടെ പല ഭാഗങ്ങൾ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇത് നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് സിസ്റ്റം അനാലിസിസ് ചെയ്യാം. അങ്ങനെ ഒരു ഭാഗത്തെ മാറ്റം മുഴുവൻ സിസ്റ്റത്തിലും അതിൻ്റെയൊക്കെ തന്നെ ഫലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ
ബാക്ക്ഗ്രൗണ്ടൊക്കെ തന്നെ മനസ്സിലാക്കുന്നതിനൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, സിസ്റ്റം അനാലിസിസ് ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ്, ഒരു സമഗ്രമായിട്ടുള്ളൊരു ധാരണ, അപ്പോൾ ഒരു ബ്യൂറോക്രസി ആവട്ടെ, ഇപ്പോൾ നമ്മുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു പാർട്സ് ആവട്ടെ, ഇപ്പോൾ ജുഡീഷ്യൽ സിസ്റ്റം ആവട്ടെ, അപ്പോൾ എന്തുമാവട്ടെ, ഇതിനൊക്കെ തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സിസ്റ്റം അനാലിസിസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കൊരു സമഗ്രമായിട്ടുള്ളൊരു വീക്ഷണം ഇതിലൂടെ ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, സിസ്റ്റം അനാലിസിസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഒരു ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് ലഭിക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റം അനാലിസിസ് ഉപയോഗിക്കുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡൈനാമിക് ഇൻറ്ററാക്ഷൻസ് ആണ്. റെക്കഗ്നൈസസ് ദാറ്റ് പൊളിറ്റിക്കൽ സിസ്റ്റംസ് ആർ ഡൈനാമിക് where a change in one part leads to change in other parts, maintaining balance on equilibrium. അപ്പോൾ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഇൻറ്ററാക്ഷൻസ്, ഒരു ചലനാത്മകമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റം അനാലിസിസിന് കഴിയുന്നു. അതായത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡൈനാമിക് എന്താണ്, ചലനാത്മകം എങ്ങനെയാണെന്ന് തിരിച്ചറിയുന്നത് ഇതിലൂടെയാണ്. ഒരു ഭാഗത്തെ മാറ്റം എന്ന് പറയുന്നത് മറ്റ് ഭാഗങ്ങളിലേക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സന്തുലിതാവസ്ഥ, ഈ ഒരു ഇക്വിലിബ്രിയം എങ്ങനെ നിലനിർത്തുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റം അനാലിസിസിലൂടെയാണ് സാധിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് നിയമം നിർമ്മിക്കുന്ന ഒരു സെക്ടറുണ്ട്. നമുക്ക് നിയമം നിർമ്മിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ടീവിലേക്ക് പോവുകയും എക്സിക്യൂട്ടീവിൽ നിന്ന് അത് ജുഡീഷ്യറിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അത് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ നിയമം നിർമ്മിച്ച് കഴിയുന്ന ആ ഒരു ടൈമിലുണ്ടാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിലേക്ക് പോവില്ലേ. എക്സിക്യൂട്ടീവിലുണ്ടാകുമ്പോൾ അത് പല ഭാഗങ്ങളിലേക്കാണ് അത് സ്പ്ലിറ്റ് ആവുക. അതായത് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള, ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ, ബ്യൂറോക്രസി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ അവിടേക്കൊക്കെ അത് പോകുന്നുണ്ട്. അത് ജുഡീഷ്യൽ സിസ്റ്റത്തിലേക്ക് പോകുന്നില്ലേ. അങ്ങനെ ഒരു ഭാഗത്തുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് മറ്റൊരു ഭാഗത്തിലേക്ക് എങ്ങനെ എത്തുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റം അനാലിസിസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ പോളിസി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് പോളിസി മേക്കിംഗ് ആൻഡ് ദ ഇമ്പാക്റ്റ് ഓഫ് പൊളിറ്റിക്കൽ ഡിസിഷൻസ് ലീഡ്സ് ടു മോർ ഇൻഫോംഡ് ആൻഡ് ഇഫക്റ്റീവ് ഗവർണൻസ്. നമ്മുടെ ഓരോ നയവും തീരുമാനമെടുക്കലിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കുന്നു. ഇപ്പോൾ പോളിസി മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ്. അതായത് നമുക്കിപ്പോൾ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പോളിസി കൊണ്ടുവരണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 100 ഡേയ്സിൻ്റെയൊക്കെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഒരു വർഷത്തിൽ ഒരു 200 ഡേയ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും വർക്കിംഗ് ആക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പോളിസീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ അതൊരു കോംപ്ലക്സ് പ്രോസസ്സാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിന് പഠിക്കാനുണ്ട്. ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലാണ് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുക, അതൊക്കെ ഭയങ്കര കോംപ്ലക്സ് പ്രോസസ്സാണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് രാഷ്ട്രീയ തീരുമാനത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അങ്ങനെ ഇതൊക്കെ തന്നെ എങ്ങനെയാണ് ഒരു പോളിസി മേക്കിങ്ങിൽ ഇതൊക്കെ തന്നെ എങ്ങനെയാണ് കണക്ട് ചെയ്ത് കിടക്കുന്നത്, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവ് ലഭിക്കാനും അത് ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഫലപ്രദമായിട്ടുള്ള രീതിയിലേക്ക് നയിക്കാനും ഒക്കെ തന്നെ ഈ ഒരു സിസ്റ്റം അനാലിസിസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റും ഒരു സിസ്റ്റം അനാലിസിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റീനെ കുറിച്ചിട്ടും ഇപ്പോൾ ഈ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള പീപ്പിളിനെ കുറിച്ചിട്ടും ഒക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിസ്റ്റം അനാലിസിസ് ഉപയോഗിക്കുന്നു. അങ്ങനെയും വരാം. അങ്ങനെ എല്ലാ തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രീതിയിൽ നയവും തീരുമാനമെടുക്കലിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റം അനാലിസിസ് ഉപയോഗിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സിസ്റ്റം തിയറിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു പൊളിറ്റിക്കൽ സയൻസിലെ സിസ്റ്റം അനാലിസിസ് നമ്മുടെ ഈ ഒരു രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, അതായത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുണ്ടാവുന്ന വളരെ സങ്കീർണമായിട്ടുള്ള ഇടപെടലുകളൊക്കെ തന്നെ മനസ്സിലാക്കുന്നതിനും ഒരു ഫ്രെയിം വർക്ക്, വളരെ ശക്തമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഈ ഒരു സിസ്റ്റം അനാലിസിസ് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ഈ ഒരു പൊളിറ്റിക്കൽ ഘടകങ്ങളുടെയൊക്കെ തന്നെ പരസ്പര ബന്ധവും അതെങ്ങനെ വർക്ക് ചെയ്യുന്നു അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാനും ഓരോ സംവിധാനവും പരിഗണിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെയൊക്കെ തന്നെയാണ് ഈ ഒരു സിസ്റ്റം അനാലിസിസ് എന്ന് പറയുന്ന ഒരു കാര്യം ഊന്നി പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് എന്താണ് സിസ്റ്റം അനാലിസിസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ സിസ്റ്റം അനാലിസിസ് എന്താണെന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കാൻ ചാൻസ് ഇല്ല, എന്നാലും കൂടി നിങ്ങളിതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഈ പൊളിറ്റിക്കൽ സിസ്റ്റം എന്താണെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, അവിടെ സ്റ്റേറ്റ് ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആളുകൾ, അതുപോലെ വോട്ടേഴ്സ്, അങ്ങനെയൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഒരു സർക്കാർ ഘടനകളെ മാത്രം പഠിക്കുന്നതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള പ്രക്രിയകളോ അവിടെ ഉണ്ടാകുന്ന ആക്ടിവിറ്റീസ് പരിശോധിക്കുന്നതിലേക്ക് മാറി. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ആദ്യം എന്ത് ചെയ്യും, സർക്കാരിനെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെയോ മാത്രം പഠിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, എല്ലാത്തിനെയും പഠിക്കുന്ന തരത്തിലേക്ക് മാറി. അപ്പോൾ ഈ ഒരു പുതിയൊരു അപ്രോച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന പദത്തിലൂടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ്, രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന
മൊത്തത്തിൽ സർക്കാരിനെ മാത്രമല്ല സർക്കാർ ഇതര ഏജൻസികളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള വീക്ഷണങ്ങൾ ഇപ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഉദാഹരണമാണ്. അതുപോലെ ഇപ്പോൾ നമുക്കറിയാം ഒരെണ്ണം എന്ന് പറയുന്നത് മറ്റൊന്നിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ എ പൊളിറ്റിക്കൽ സിസ്റ്റം ഈസ് മെയ്ഡപ്പ് ഓഫ് ഇൻ്റർ കണക്റ്റഡ് എലമെൻറ്റ്സ് ദാറ്റ് അഫക്റ്റ് ഈച്ച് അതർ. അതായത് ഒരെണ്ണം എന്ന് പറയുന്നത് മറ്റൊന്നിനെ ബാധിക്കുന്നു. അപ്പോൾ പരസ്പരം ബാധിക്കുന്ന ഇത്തരത്തിലുള്ള ഘടകങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ദിസ് ബ്രോഡർ വ്യൂ ഇൻക്ലൂഡ് സ്റ്റഡിയിങ് ഹൗ എക്സ്റ്റേണൽ ഓർഗനൈസേഷൻസ് ഇമ്പാക്ട് പൊളിറ്റിക്സ് നോട്ട് ജസ്റ്റ് ഇൻ ഫോർമൽ ഗവൺമെൻറ് ബോഡീസ്. എക്സ്റ്റേണൽ ആയിട്ട് നിൽക്കുന്ന സംഘടനകൾ പോലും നമ്മുടെ പൊളിറ്റിക്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ പെടുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ അവിടെ ഉണ്ടാകുന്ന ഘടകങ്ങൾ മുഴുവൻ ശ്രേണി ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഉപയോഗിക്കുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഒരു സമൂഹത്തിൻ്റെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അതായത് മൊത്തത്തിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അവിടുത്തെ മനുഷ്യ സമൂഹം എങ്ങനെയാണ്, അവരുടെ ഇടപെടലുകൾ, കൂട്ടമായിട്ടുള്ള ഇടപെടലുകൾ, അല്ലെങ്കിൽ മൊത്തത്തിലുണ്ടാകുന്ന ചേഞ്ചസ്, ഭരണം, അധികാരം, അതുപോലെ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാതും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് വരുന്നുണ്ട്. ഇനി പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ കുറച്ച് ഡെഫിനേഷൻസ് നോക്കുമ്പോഴും അതുപോലെ ഇനി പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇത് ക്ലിയർ ആവും പൊളിറ്റിക്കൽ സിസ്റ്റം എന്താണ്. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന പല ഘടകങ്ങളാൽ നിർമ്മിതമാണ് നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭരണമോ ആളുകളോ വോട്ടേഴ്സോ മാത്രമല്ല, ഔപചാരികമായിട്ടുള്ള അപ്പോൾ അൺഒഫീഷ്യൽസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മറ്റ് ഒരുപാട് ഗ്രൂപ്പ്സുകളും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള സംഘടനകളും ബാഹ്യ സംഘടനകളും എല്ലാം തന്നെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് ഒരു പൊളിറ്റിക്കൽ ലൈഫിനെ രൂപപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളുടെയും മൊത്തം ശ്രേണിയെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ അക്കോർഡിംഗ് ടു മാക്സ് വെബർ പറയുന്ന ഒരു ഡെഫിനേഷൻ ഉണ്ട്. അതായത് a political system is a human community that successfully claims the monopoly of the legitimate use of physical force within a given territory. അതായത് ഒരു രാഷ്ട്രീയ സംവിധാനം എന്ന് മാക്സ് വെബർ പറയുന്നതിനനുസരിച്ചിട്ട് ഒരു നിശ്ചിത പ്രദേശത്തിനുള്ളിൽ, അതായത് ഒരു ഇത്ര പ്രദേശത്തിനുള്ളിൽ അവിടെ ഉണ്ടാകുന്ന മാക്സിമം ആയിട്ടുള്ള ഭൗതിക ശക്തി എന്ന് പറയുന്നത് എന്താണ്, ടോട്ടലായിട്ട് അവിടെയുള്ള ഫിസിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നിയമാനുസൃതമായിട്ട് ഉപയോഗത്തിൻ്റെ ഒരു മോണോപ്പൊളി, അതായത് കുത്തകം എന്ന് പറയുന്നത് വിജയകരമായിട്ട് അവകാശപ്പെടുന്ന ഒരു മനുഷ്യ സമൂഹമാണ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയ സംവിധാനം എന്താണ്, ഒരു നിശ്ചിത പ്രദേശത്തിനുള്ളിൽ അവിടുത്തെ ഫിസിക്കൽ ഫോഴ്സ് മുഴുവനായിട്ട് ലീഗലി ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന അതിൽ മോണോപ്പൊളിയുള്ള ആളുകളുടെ അവകാശമുള്ള ഒരു മനുഷ്യ സമൂഹമാണ് മാക്സ് വെബറിൻ്റെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ എന്താണ്, എല്ലാം ഇൻക്ലൂഡഡ് ആണ് അവിടെ. സെക്കൻഡ് വൺ ഡേവിഡ് ഈസ്റ്റൺ പറയുന്നതിനനുസരിച്ചിട്ട് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഇൻ്ററാക്ഷൻസ് അബ്സ്ട്രാക്റ്റഡ് ഫ്രം ദി ടോട്ടാലിറ്റി ഓഫ് സോഷ്യൽ ബിഹേവിയർ ത്രൂ വിച്ച് അതോറിറ്റേറ്റീവ് വാല്യൂസ് ആർ അലോക്കേറ്റഡ് ഫോർ എ സൊസൈറ്റി. ഒരു സമൂഹത്തിൻ്റെ ടോട്ടലായിട്ടുള്ള ആധികാരികമായിട്ടുള്ള മൂല്യങ്ങൾ അത് അനുവദിക്കുന്ന മൊത്തത്തിലുണ്ടാകുന്ന ഒരു സമൂഹത്തിലുണ്ടാകുന്ന പെരുമാറ്റം, ആ പെരുമാറ്റം എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു കൂട്ടം ഇടപെടലുകളായിട്ടാണ് മാറുന്നത്. അതായത് ഒരു കൂട്ടം ആളുകളുടെ ഇടപെടലുകൾ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ആധികാരികമായിട്ടുള്ള മൂല്യങ്ങളിലുമെല്ലാം വ്യത്യാസം വരുത്തുന്നതിനെയും ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നു. റോബർട്ട് എ ഡാൽ പറയുന്നതിനനുസരിച്ചിട്ട് ഒരു രാഷ്ട്രീയ സംവിധാനം എന്നത് അധികാരവും ഭരണവും ഒക്കെ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യബന്ധങ്ങളുടെ ഒരു മോഡലാണ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഈ പൊളിറ്റിക്കൽ സിസ്റ്റം ഈസ് ആൻ എ പെർസിസ്റ്റൻറ്റ് പാറ്റേൺ ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ദാറ്റ് ഇൻവോൾവ്സ് ടു എ സിഗ്നിഫിക്കൻറ്റ് എക്സ്റ്റെൻറ്റ് പവർ, റൂൾ ആൻഡ് അതോറിറ്റി. അപ്പോൾ പവറും റൂളും അതോറിറ്റിയും ഒക്കെ കൂടി ഇൻക്ലൂഡഡ് ആണ് റോബർട്ട് എ ഡാൽ പറയുന്നതിനനുസരിച്ചുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം. ഇനി ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് ആൽമണ്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സാണ്. അതിന് 3 പ്രോപ്പർട്ടീസ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ കോംപ്രിഹെൻസീവ്, സെക്കൻഡ് വൺ ഇൻ്റർഡിപ്പെൻഡൻസ് ആൻഡ് എക്സിസ്റ്റൻസ് ഓഫ് ബൗണ്ടറീസ്. ഇതിൽ കോംപ്രിഹെൻസീവ് എന്ന് പറയുന്നത്
എല്ലാ ഒരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ എല്ലാ ഇടപെടലുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു കോംപ്രിഹെൻസീവിനകത്ത് പറയുന്നത്. അവിടെ ഇൻപുട്സ് ഉണ്ട്, ഔട്ട്പുട്ട്സ് ഉണ്ട്. അതായത് നിയമനിർമ്മാണവും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള സർക്കാരിൻ്റെ ഘടനകൾ മാത്രമല്ല. ഇവിടെ എന്തുണ്ടാവും? രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും, പ്രഷർ ഗ്രൂപ്പുകളുണ്ടാവും, ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുണ്ടാവും, നമ്മുടെ മീഡിയ ഉണ്ടാവും. അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉൾപ്പെടുന്നതിനാണ് കോംപ്രിഹെൻസീവ് എന്ന് പറയാം. അപ്പോൾ ഒരു രാഷ്ട്രീയ സംവിധാനം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇൻപുട്ടും ഔട്ട്പുട്ടും, അതായത് ആവശ്യങ്ങളും അതിനനുസരിച്ചിട്ടുള്ള പോളിസീസ് മാത്രമല്ല അവിടെ ഉള്ളത്. അവിടെ നിയമനിർമ്മാണമുണ്ട്, അത് നടപ്പിലാക്കലുണ്ട്, ജുഡീഷ്യറി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഘടകങ്ങളൊക്കെ ഉണ്ട്. അതിനപ്പുറമായിട്ട് അവിടെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അതുപോലെ പ്രഷർ ഗ്രൂപ്പുകളുണ്ട്, ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്, മീഡിയ ഉണ്ട്. അതായത് ടോട്ടലായിട്ട് ഇതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മീഡിയാസ് ഉണ്ട്. ഇതാണ് കോംപ്രിഹെൻസീവിനകത്ത് ആൽമണ്ട് പറയുന്നതിനനുസരിച്ചുള്ള ഒരു കാര്യം. അപ്പോൾ ഇതെന്താണ്? പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇത് ചോദിക്കാവുന്നൊരു ക്വസ്റ്റൻ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻ്റർ ഡിപ്പെൻഡൻസ് ആണ്, പരസ്പര ആശ്രിതത്വം. അതായത് ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗത്തെ മാറ്റം എന്ന് പറയുന്നത് മറ്റെല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ ഒരു മാറ്റം വരികയാണ്. അത് നിയമനിർമ്മാണത്തിലും എക്സിക്യൂട്ടീവിലും രാഷ്ട്രീയ പാർട്ടിയിലും ഒക്കെ തരം ആ ഘടകങ്ങളുടെ ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തിന് കഴിയും. അപ്പോൾ ഒരു ഭാഗത്തുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ടോട്ടലായിട്ടുള്ള എല്ലാത്തിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. തേർഡ് വൺ എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ബൗണ്ടറീസിനെ കുറിച്ചിട്ടാണ്. എവറി പൊളിറ്റിക്കൽ സിസ്റ്റം ഹാസ് ഡിസ്റ്റിങ് ബൗണ്ടറീസ് മേക്കിംഗ് വേർ ദ പൊളിറ്റിക്കൽ സിസ്റ്റം എൻഡ്സ് ആൻഡ് അതർ സിസ്റ്റം ബിഗിൻസ്. അപ്പോൾ ഓരോ രാഷ്ട്രീയ സംവിധാനത്തിനും കൃത്യമായിട്ടുള്ള ചേരിതിരിവുകളുണ്ട്, അതായത് എത്ര അതിർവരമ്പുകളുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയ സംവിധാനം എന്ന് പറയുന്ന അവസാനിക്കുന്നതും മറ്റ് സംവിധാനങ്ങൾ ആരംഭിക്കുന്നതും എവിടെയാണെന്നാണ് ഈ ഒരു അതിരുകളിൽ പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് ഉള്ളൊരു കാര്യമാണ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽമണ്ട് പറയുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്നുള്ളതാണ്. ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂണിവേഴ്സാലിറ്റി ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്നാണ്. ഈ ഒരു രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ഒരു ടോട്ടലായിട്ടുള്ള ഒരു സാർവത്രിക, അതായത് എല്ലാ സമൂഹങ്ങൾക്കും, അത് പുരാതനമായിട്ടുള്ള സമൂഹമാവട്ടെ ആധുനിക സമൂഹമാവട്ടെ, ഒരു സമൂഹത്തിൽ ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇടപെടലുകളും നിയന്ത്രിക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് കഴിവുണ്ട്. അതാണ് യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്നത്. അത് എത്ര പുരാതനമായിക്കോട്ടെ എത്ര ആധുനികമായിക്കോട്ടെ എല്ലാ തരത്തിലുള്ള ക്രമം എന്ന് പറയുന്നത് നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ഓർഡർ ആൻഡ് മാനേജ് ഇൻ്ററാക്ഷൻസ് വിത്തിൻ ദ കമ്മ്യൂണിറ്റി. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുന്ന ഇൻ്ററാക്ഷൻസും ഓർഡറും ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് കഴിയുന്നുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് യൂണിവേഴ്സാലിറ്റി ഇൻ പൊളിറ്റിക്കൽ സ്ട്രക്ചർ. ഓരോ രാഷ്ട്രീയ സംവിധാനത്തിനും ഇപ്പോൾ നമ്മുടെ സർക്കാരുകളെ പോലെ തന്നെ സമാനമായിട്ടുള്ള ഘടനയുണ്ട്. ഇപ്പോൾ അതൊക്കെ ഒരു അടിസ്ഥാനമായിട്ടുള്ള റോളുകൾ നിർവഹിക്കുന്നുണ്ട്. പല രീതിയിലായിരിക്കും എന്ന് മാത്രം. ഇപ്പോൾ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒന്നിന് മുകളിലോ ഒന്നായിട്ട് എന്നുള്ള രീതിയിലുണ്ട്. ഇപ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് പഞ്ചായത്തുകളും വില്ലേജുകളും ബ്ലോക്കുകളും ഒക്കെ ആയിട്ട് നമ്മൾ കോർപ്പറേഷൻസ് ആയിട്ട് തിരിക്കാറുണ്ട്. അതേപോലെ തന്നെ രാഷ്ട്രീയ ഘടന എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്ട്രക്ചറും എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിനെ പോലെ തന്നെയാണ്, അവർക്കും ബേസിക് ആയിട്ടുള്ള റോൾസുകളുണ്ട്. അവരും പല വഴികളിലൂടെയാണ് ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് യൂണിവേഴ്സാലിറ്റി ഓഫ് പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ആണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നുണ്ട്. അത് എപ്പോഴും എഫിഷ്യൻ്റ് ആയിരിക്കും. പലതരത്തിലുള്ള രീതികൾ എന്ന് പറയുന്നത് വ്യത്യാസപ്പെടാം. പക്ഷേ രാഷ്ട്രീയ സംവിധാനങ്ങളിലെല്ലാം അവർ നിയമം നിർമ്മിക്കുന്നു, നിയമം നടപ്പിലാക്കുന്നു തുടങ്ങിയിട്ടുള്ള സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് മൾട്ടി ഫങ്ഷണാലിറ്റി ഇൻ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സാണ്. അതായത് അവർ മൾട്ടി ഫങ്ഷൻസ് ആണ്. അതായത് നമ്മളിപ്പോൾ മൾട്ടി ടാസ്കിങ് എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് ഓരോ രാഷ്ട്രീയ ഘടനകൾ ഒന്നിലധികം കാര്യങ്ങൾ എപ്പോഴും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സർക്കാർ സ്ഥാപനം എന്ന് പറയുന്നത് നിയമനിർമ്മാണവും ഭരണനിർവഹണവും പൊതുസേവനങ്ങളും ഒക്കെ ഒരേ സമയത്തല്ലേ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് പറയണം ഞാൻ ഭരണനിർവഹണം മാത്രമേ ചെയ്യുള്ളൂ, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറയില്ല അവർ. കാരണം ഒരുപാട് കാര്യങ്ങൾ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന ഒരു കാര്യം പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്തുണ്ട്. അതും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് കൾച്ചറലി മിക്സ്ഡ് ക്യാരക്ടർ ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റംസ്. അപ്പോൾ നമ്മൾ എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളും അത് പരമ്പരാഗതമാവട്ടെ ആധുനികമാവട്ടെ എല്ലാ തരത്തിലുള്ള ഘടകങ്ങളും അവർ കൂട്ടിച്ചേർക്കുന്നു. ഇപ്പോൾ ഒരു സംവിധാനം ഒന്നോ അല്ലെങ്കിൽ വേറെ ഒന്നോ മാത്രമായിട്ടല്ല, എപ്പോഴും പഴയതും പുതിയതുമായിട്ടുള്ള എല്ലാ സാംസ്കാരികമായിട്ടുള്ള സമ്പ്രദായങ്ങളെയും ആ വശങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്നു. പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് ഇപ്പോൾ ഒരു നിയമം നിർമ്മിക്കുകയാണ്,
അത് ഭയങ്കര എൻറ്റയർലി ഡിഫറെൻറ്റ് ടു നമ്മുടെ കൾച്ചറാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് ഒരു നിയമം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മുടെ പഴയ കാലം മുതൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെക്ക് ചെയ്ത് ഇത് കൾച്ചറലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ അല്ലെങ്കിൽ റിലീജിയസ്ലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു നിയമം പോലും നിർമ്മിക്കുന്നത്. അപ്പോൾ എന്താണ്, സാംസ്കാരികമായിട്ടുള്ള ഒരു സമ്മിശ്ര സ്വഭാവം കൂടി നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്തുണ്ട്. ഇതാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് എന്ന് പറയുന്ന ഒരു കാര്യം. കാരണം ഇതൊരു 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ഇൻ പൊളിറ്റിക്കൽ സിസ്റ്റം. സോ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്ന 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഇൻപുട്ട് എന്നും എന്താണ് ഔട്ട്പുട്ട് എന്നും. സോ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും അനാലിസിസ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞത് കൊണ്ടുവന്നത് ആരായിരുന്നു, നമ്മുടെ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഡേവിഡ് ഈസ്റ്റൺ ആണ്. അപ്പോൾ ഈ ഒരു കാര്യം മറക്കരുത്, ഡേവിഡ് ഈസ്റ്റൺ ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഈസ്റ്റൺ ഫോക്കസ് ഓൺ ദ പൊളിറ്റിക്കൽ സിസ്റ്റം ആസ് ദ മെയിൻ യൂണിറ്റ് ഓഫ് അനാലിസിസ്, ഡിസ്റ്റിങ്വിഷിങ് ഇറ്റ് ഫ്രം അതർ സോഷ്യൽ സിസ്റ്റംസ് ലൈക്ക് ഇക്കണോമിക് ഓർ സോഷ്യൽ സിസ്റ്റം. അപ്പോൾ നമ്മുടെ അനാലിസിസ് എന്ന് പറയുന്ന ഒരു കാര്യം, ഈ ഒരു രാഷ്ട്രീയ സംവിധാനം എന്ന് പറയുന്നത് ഈസ്റ്റൺ എന്ന് പറയുന്നത്, നമ്മുടെ ഡേവിഡ് ഈസ്റ്റൺ എന്ന് പറയുന്നത് ഒരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വ്യവസ്ഥയെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സാമൂഹികവുമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികവുമായിട്ടുള്ള സംവിധാനങ്ങൾ പോലുള്ള നമ്മളൊരു സാമൂഹിക വ്യവസ്ഥകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പൊളിറ്റിക്കൽ സിസ്റ്റത്തെ വേർതിരിച്ച് കാണുന്നത്. അപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്താണ്, ഇവിടെ ഒരൊറ്റ യൂണിറ്റായിട്ടാണ് ഈസ്റ്റൺ പറയുന്നത്. ഇത് മറ്റ് സോഷ്യൽ സിസ്റ്റംസിൽ നിന്നൊക്കെ തന്നെ വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്, സെപ്പറേറ്റ് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. So, a political system consists of all interactions that deal with the authoritative allocation of values for a society, meaning it makes binding decisions for the community. അപ്പോൾ ഒരു രാഷ്ട്രീയ സംവിധാനം, നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിനായിട്ടുള്ള ടോട്ടലായിട്ടുള്ള വാല്യൂസുകളുടെയും എല്ലാത്തിൻ്റെയും അല്ലെങ്കിൽ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ചിട്ടോ അങ്ങനെ എല്ലാത്തിനെക്കുറിച്ചും കൈകാര്യം ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ഇൻ്ററാക്ഷൻസും ഉൾക്കൊള്ളുന്നു. അതായത് ഒരു സമൂഹത്തിന് ബാധകമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് എവിടെയാണ്, പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് നിന്നാണ്. സോ ഓവറോളായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്തായി മനസ്സിലായി, എന്താണ് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് മനസ്സിലായില്ലേ? അതായത് ഇവിടെ നിന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, പലതരത്തിലുള്ള ഇടപെടലുകളും കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവരുന്നതും ഒരു സമൂഹത്തിൻ്റെ ബാധകമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും വരുന്നതും പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ അകത്ത് നിന്നാണ്. ഇനി ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും എന്താണെന്ന് മനസ്സിലാക്കണം. ഇൻപുട്ടുകൾ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ദീസ് ആർ ഡിമാൻഡ്സ് ആൻഡ് സപ്പോർട്ട്സ് ദാറ്റ് പൊളിറ്റിക്കൽ സിസ്റ്റം റിസീവ്സ് ഫ്രം ദ എൻവയോൺമെൻറ്റ്. നമ്മളൊരു എൻവയോൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു, നമ്മളടക്കം ഉൾപ്പെടുന്ന ഒരു പരിസ്ഥിതിയാണ് ഇവിടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്തൊരു എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന ഡിമാൻഡ്സിനെയും സപ്പോർട്ട്സിനെയും ഒക്കെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, സിറ്റിസൺസ് ഡിമാൻഡ്സ് എ ബെറ്റർ ഹെൽത്ത് കെയർ ഓർ സപ്പോർട്ട് ഫോർ എ പൊളിറ്റിക്കൽ ലീഡർ. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് മെച്ചപ്പെട്ട രീതിയിലൊരു ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, അവർ ഒരാവശ്യമായിട്ട് വെക്കുകയാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു പിന്തുണ കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്താണ്, ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താണ് ഒരു ആവശ്യമൊക്കെയാണ് രാഷ്ട്രീയ, അതായത് നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത് കുറച്ചുകൂടി നല്ലതാക്കി എടുക്കുക, അത് നമ്മുടെ ആവശ്യമാണെന്ന് അവർ വയ്ക്കുന്നത്, അത് അവരുടെ ഒരു ആവശ്യമാണ്, അവർ ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. ആ ഡിമാൻഡ് എന്ന് പറയുന്നതും സപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ലീഡറിന് നമ്മൾ കൊടുക്കുന്ന ഒരു പിന്തുണ, അത് സപ്പോർട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെയുള്ള 2 കാര്യങ്ങളും വരുന്ന ഒരു ഭാഗമാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇനി ഔട്ട്പുട്ട് എന്താണ്, ഈ ഇൻപുട്ടുകൾക്ക് മറുപടിയായിട്ട് നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ത് ചെയ്യാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന നിയമങ്ങളും തീരുമാനങ്ങളും പോളിസീസും ഒക്കെയാണ് എന്ത് ചെയ്യുക, ഔട്ട്പുട്ടിൽ വരിക. അതായത് പുതിയൊരു നിയമം കൊണ്ടുവരിക, അല്ലെങ്കിൽ സർക്കാർ ഒരു നടപടി എടുക്കുക ഒരു കാര്യത്തിന്, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്, ഔട്ട്പുട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും മസ്റ്റായിട്ട് ക്ലിയർ ആയില്ല. അപ്പോൾ ഇത് രണ്ടും മറക്കരുത്. ഇനി ഇതിൻ്റെ ഫീഡ്ബാക്കും സപ്പോർട്ട്സ് എന്ന് പറയുന്ന ഈ 2 വേർഡ്സ് കൂടി മറക്കരുത് കേട്ടോ. ഇനി കൺവേർഷൻ പ്രോസസ്സ്, അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം രാഷ്ട്രീയ സംവിധാനം എന്താണെന്ന് പറഞ്ഞു, ആ രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് നമ്മൾ ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു. ഇനി ഇവിടെ കൺവേർഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഇൻപുട്സുകൾ, അതായത് നമ്മുടെ ആവശ്യങ്ങൾ, അതായത് ഡിമാൻഡും സപ്പോർട്ടൊക്കെ തന്നെ പ്രോസസ്സ് ചെയ്തിട്ട് എന്താക്കും, ഔട്ട്പുട്ടാക്കി മാറ്റും. എന്ത്, നയങ്ങളും തീരുമാനങ്ങളും, അതായത് നമ്മുടെ പോളിസീസും ഡിസിഷൻസും ആക്കി മാറ്റും. ഈ ഒരു പരിവർത്തനം ചെയ്യുന്നതിനെയാണ് കൺവേർഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത്
അതായത് ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന, നമ്മുടെ ആവശ്യത്തിനെ അതായത് ഡിമാൻഡിനെയും സപ്പോർട്ടിനെയും എന്തെങ്കിലും പോളിസീസും അതുപോലെ തീരുമാനങ്ങളും ഒക്കെ തന്നെ ആക്കി മാറ്റുന്ന ആ ഒരു കൺവേർഷൻ പ്രോസസ്സിനെയാണ് ഇതിൽ പറയുന്നത്. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഫീഡ്ബാക്കാണ്. നമ്മൾ ഈ ഔട്ട്പുട്ടൊക്കെ നടപ്പിലാക്കുകയാണ്. അതായത് നമ്മൾ നമ്മുടെ ഡിമാൻഡും സപ്പോർട്ടും ഒക്കെ കൊടുത്ത ശേഷം അവിടെ ഒരു ഔട്ട്പുട്ട് ഉണ്ടായില്ലേ, അതായത് ചിലപ്പോൾ നയമാവാം, തീരുമാനമാവാം, എന്തും ആവാം. അപ്പോൾ ഈ ഔട്ട്പുട്ട് നടപ്പിലാക്കിയ ശേഷം നമ്മുടെ എൻവയോൺമെൻറ്റ്, അതായത് നമ്മളടക്കമുള്ള ആ ഒരു പരിസ്ഥിതി എൻവയോൺമെൻറ്റിൽ നിന്നൊരു ഫീഡ്ബാക്ക് എടുക്കുന്നു. അപ്പോൾ ഈ ഒരു ഫീഡ്ബാക്ക് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു നിയമം കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു റോഡ് പണിതു. അപ്പോൾ ആ ഒരു ഡിസിഷനോട് അല്ലെങ്കിൽ ആ ഒരു നയം നടപ്പിലാക്കിയതിനോട് ആളുകൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക്, ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടീച്ചേഴ്സ് ക്ലാസ്സൊക്കെ പുതിയതായിട്ട് ക്ലാസ് എടുക്കാൻ വന്ന ടീച്ചേഴ്സ് എന്ത് ചെയ്യും, കുറച്ച് നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു 2 ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറഞ്ഞു തരൂ എന്ന് ചോദിച്ചിട്ട് ഒരു പേപ്പറിൽ എഴുതാൻ പറയും. അതുപോലെ ഇത് പേപ്പറിൽ എഴുതുന്ന പോലെ എന്നല്ല, എന്നാലും ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഒരു കാര്യം, ചെയ്ത ഒരു കാര്യം എത്രത്തോളം ആളുകൾക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നു. അങ്ങനെ ഈ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, പുതിയ ഇൻപുട്ടിലേക്ക് മാറാം. അതായത് പുതിയ ഇൻപുട്ടിലേക്കും അല്ലെങ്കിൽ പുതിയ ഡിസിഷൻസിലേക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട്, അതായത് ഒരു പുതിയ ഡിമാൻഡ് സൃഷ്ടിക്കപ്പെടാം. അതായത് ഇപ്പോൾ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുകയാണ്. ആ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചർ വീണ്ടും വീണ്ടും കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല എന്ന് വിചാരിക്കും. അപ്പോൾ അത് കുട്ടികൾ ഫീഡ്ബാക്ക് എഴുതുന്ന സമയത്ത് കുട്ടികളുടെ ഡിമാൻഡ് എന്താണ്, ടീച്ചർ വീണ്ടും വീണ്ടും കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയണം. അതായത് അതൊരു ഫീഡ്ബാക്കാണ് ഒരു കുട്ടികളുടെ, അതായത് ഒരു 40 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 കുട്ടികൾ പറയാണ്, ആ ഫീഡ്ബാക്കിൽ കൊടുക്കുകയാണ് ടീച്ചർ വീണ്ടും വീണ്ടും കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയണമെന്നുള്ളത്. ആ ഫീഡ്ബാക്ക് ടീച്ചർ വായിക്കുമ്പോൾ മനസ്സിലാവും വീണ്ടും വീണ്ടും കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയണതിൻ്റെ ആവശ്യകതയും അത് കുട്ടികൾ ഡിമാൻഡ് ചെയ്യേണ്ടത്. അതായത് അവിടെ പുതിയൊരു ഡിമാൻഡ് സൃഷ്ടിക്കപ്പെട്ടില്ലേ, ആ ഡിമാൻഡ് എന്ത് ചെയ്യും, പുതിയൊരു, അതായത് ഒരു ഇൻപുട്ടായി മാറി. ഡിമാൻഡും എന്ന് പറയുന്നത് എന്താണ്, ഇൻപുട്ടാണ്. അപ്പോൾ ആ ഡിമാൻഡ് എന്ന് പറയുന്നത് വീണ്ടും ഇൻപുട്ടായിട്ട് മാറുകയും അത് വീണ്ടും ആ ഒരു സർക്കിളിലേക്ക് പോകണം. അതായത് ആ ടീച്ചർ എന്ത് ചെയ്യും, അത് ഇൻപുട്ടാക്കി എടുക്കുകയും അത് ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരും. അതായത് അതിനനുസരിച്ച് ഒരു തീരുമാനം എടുത്തിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ അതെന്താണ്, ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സിസ്റ്റം അനാലിസിസിൻ്റെ ഒരു ഫ്രെയിം വർക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇതൊന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് വൺ എൻവയോൺമെൻറ്റ് ആണ്. നമുക്കറിയാമല്ലോ എൻവയോൺമെൻറ്റ് എന്താണെന്ന്. നമ്മുടെ ദ പൊളിറ്റിക്കൽ സിസ്റ്റം എക്സിസ്റ്റ് വിത്ത് ആൻ എൻവയോൺമെൻറ്റ് ദാറ്റ് ഇൻക്ലൂഡ്സ് അതർ സിസ്റ്റംസ് ലൈക്ക് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് ഇൻ്റർനാഷണൽ സിസ്റ്റംസ്. അപ്പോൾ സാമൂഹികവും സാമ്പത്തികവും അന്തർദേശീയവുമായിട്ടുള്ള ഈ സംവിധാനങ്ങൾ പോലെ മറ്റ് സംവിധാനങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു പരിസ്ഥിതിയാണ് നമ്മുടെ രാഷ്ട്രീയ സംവിധാനം എന്ന് പറയുന്നത്. നമുക്ക് എൻവയോൺമെൻറ്റ് നമ്മളടക്കം ഉൾക്കൊള്ളുന്ന എല്ലാ തരത്തിലുള്ള സെക്ടേഴ്സും ഉൾക്കൊള്ളുന്ന ഒന്നാണ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിലെ ഒരു എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു എൻവയോൺമെൻറ്റിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രാ സൊസൈറ്റൽ സിസ്റ്റവും സെക്കൻഡ് വൺ എക്സ്ട്രാ സൊസൈറ്റൽ സിസ്റ്റമാണ്. ഈ ഇൻട്രാ സൊസൈറ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് സിസ്റ്റം വിത്തിൻ ദ സെയിം സൊസൈറ്റി സച്ച് എസ് എക്കോണമി ഓർ കൾച്ചർ. ഇപ്പോൾ ആ ഒരു എക്കോണമി, അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ കൾച്ചർ, സംസ്കാരം പോലുള്ള ഒരേ സമൂഹത്തിനുള്ളിലെ സംവിധാനങ്ങൾ. ഇപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്കോണമി അല്ലെങ്കിൽ കൾച്ചർ ഉള്ളതെന്ന് പറയുമ്പോൾ ആ ഒരേ സമൂഹത്തിനുള്ളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവുകയാണ്. അപ്പോൾ ഇൻട്രാ സൊസൈറ്റൽ, ഒരു സൊസൈറ്റിയുടെ ഉള്ളിൽ തന്നെ മറ്റൊന്ന് നിലനിൽക്കുന്ന രീതിയാണ് ഇൻട്രാ സൊസൈറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. എക്സ്ട്രാ സൊസൈറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സിസ്റ്റംസ് ലൈക്ക് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് ഇക്കണോമിക്സ്. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ആ എൻവയോൺമെൻറ്റിന് പുറത്ത് നിൽക്കുന്ന കാര്യമാണ്. നമ്മുടെ സിസ്റ്റത്തിനുള്ളിലല്ല. അതിപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയമാവട്ടെ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രമാവട്ടെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പുറത്ത് നിൽക്കുന്ന സംവിധാനങ്ങളെയാണ് എക്സ്ട്രാ സൊസൈറ്റൽ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് സൊസൈറ്റൽ സിസ്റ്റംസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇൻട്രാ സൊസൈറ്റൽ സിസ്റ്റം, എക്സ്ട്രാ സൊസൈറ്റൽ സിസ്റ്റം എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി സിസ്റ്റം ബൗണ്ടറീസ് ഉണ്ട്. അതായത് ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് അതിൻ്റെ എൻവയോൺമെൻറ്റിൽ നിന്ന് വേർതിരിക്കുന്ന കൃത്യമായിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുടെ പുറത്ത് നിൽക്കുന്നതും ഉള്ളിൽ നിൽക്കുന്നതും എന്ന രീതിയിൽ ഒരു എൻവയോൺമെൻറ്റിനെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സിസ്റ്റത്തിന് കൃത്യമായിട്ടുള്ള ഒരു അതിരുണ്ട്. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിന് ബൗണ്ടറീസ് പറയില്ല. അപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിന് കേരളത്തിൽ മാത്രം എന്നുള്ള രീതിയിൽ ഒരു ബൗണ്ടറി പറയില്ലേ, അതുപോലെ നമ്മുടെ സിസ്റ്റത്തിന് അതിരുകളുണ്ട്. ആ അതിരുകളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഉള്ളിലുള്ളതും അതിന് പുറത്തുള്ളതും. അപ്പോൾ എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ടാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് സബ് സിസ്റ്റമാണ്. നമ്മുടെ ഈ ഒരു രാഷ്ട്രീയ സംവിധാനം, നമ്മുടെ ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ വലിയ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന
കുറച്ച് വ്യവസ്ഥകളുണ്ടാവും. അതായത് ഇപ്പോൾ ഒരു സർക്കാർ അല്ലെങ്കിൽ ഏജൻസീസിൻ്റെ ശാഖകൾ എന്ന് പറയില്ല. ഇപ്പോൾ ഒരു സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ അണ്ടറിലേക്ക് സബ്ബായിട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ സബ് ബ്രാഞ്ചസ് ഉണ്ടാവും. ഒരു ഏജൻസിയുടെ സബ് ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് ഉപസംവിധാനങ്ങൾ അല്ലെങ്കിൽ സബ് സിസ്റ്റംസ് എന്ന് പറയാം. ഇതും എന്തുണ്ട്, നമ്മുടെ സിസ്റ്റം അനാലിസിസിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ്. അതായത് ഒരു എൻവയോൺമെൻറ്റ് ഉണ്ട്, അതിൽ സിസ്റ്റം ബൗണ്ടറീസ് ഉണ്ട്, അതിൽ സബ് സിസ്റ്റം ഉണ്ട്. ഇത് മനസ്സിലാക്കുക. ഇനി ഇതിനെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട്, അതായത് ഇത് നിങ്ങൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് എടുത്ത് പഠിക്കേണ്ട സിസ്റ്റം അനാലിസിസിൻ്റെ ഫ്രെയിം വർക്ക്. ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്താണെന്നും ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും എന്താണെന്നും അതുപോലെ അവിടുത്തെ കൺവേർഷൻ പ്രോസസ്സ് എന്താണെന്നും ഫീഡ്ബാക്ക് എന്താണെന്നും മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്ന കാര്യമാണ്, അതായത് ഞാനൊരു ചാർട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇത് കൃത്യമായിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം അനാലിസിസ് ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വരച്ച് വെക്കണം. വരച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇവിടെ ഉണ്ട് അല്ലേ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡയഗ്രാം കാണാൻ വേണ്ടി പറ്റും. ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്നുള്ള ഡിമാൻഡും സപ്പോർട്ടും ആണെന്ന് മറക്കരുത്. കൺവേർഷൻ പ്രോസസ്സ് എന്താണ്, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം പ്രോസസ്സാണ്. അതായത് ഈ ഇൻപുട്സിനെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് കൺവേർഷനിൽ കിടക്കുന്നത്. അതായത് ഇൻപുട്ട് ടു ഔട്ട്പുട്ട് എന്നുള്ളൊരു കാര്യം. ഔട്ട്പുട്ട്സ് എന്താണ്, അവിടെ ഉണ്ടാകുന്ന ഡിസിഷൻസും അതുപോലെ ഒരുപാട് പോളിസീസും കാര്യങ്ങളുമാണ്, അത് മറക്കരുത്. ഫീഡ്ബാക്ക് എന്താണ്, ഈ ഔട്ട്പുട്ട്സിൻ്റെ അടുത്തുള്ള എൻവയോൺമെൻറ്റിൽ നിന്നുള്ള പലതരത്തിലുള്ള പ്രതികരണങ്ങൾ അതിനെ വീണ്ടും എന്താക്കി മാറ്റും, ഇൻപുട്ടുകളായിട്ട് മാറ്റും. ഇതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം. ഇനി ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. സെൻറ്ററിൽ ഈ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്ന ടേബിളിലേക്ക് പുറത്തുനിന്ന് ഇൻപുട്ട്, അതായത് നമ്മുടെ ചുറ്റുമുള്ളത് എൻവയോൺമെൻ്റ് ആണ് കേട്ടോ. അതായത് എല്ലാത്തിൻ്റെ ചുറ്റും 4 ഭാഗത്തും എൻവയോൺമെൻറ്റ് നേടിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എൻവയോൺമെൻറ്റുകളാണ് ഇവിടെ കിടക്കുന്നത്. ഈ ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യും, ഇൻപുട്ടുകളായിട്ട് എന്തൊക്കെ പോരും, ഡിമാൻഡും സപ്പോർട്ടും പൊളിറ്റിക്കൽ സിസ്റ്റത്തിലേക്ക് വരും. അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്ന സാധനം എന്താണ്, ആ ഇൻപുട്ടിൽ നിന്ന് എന്ത് പോരുന്ന പറഞ്ഞത്, ഡിമാൻഡും സപ്പോർട്ടും. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ. ഇൻപുട്ടിൻ്റെ ഭാഗത്ത് നോക്ക്, ഡിമാൻഡും സപ്പോർട്ടും പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നു. പൊളിറ്റിക്കൽ സിസ്റ്റം അത് എന്ത് ചെയ്യും, കൺവേർഷൻ പ്രോസസ്സിലൂടെ ഇൻപുട്ടിനെ എന്താക്കി മാറ്റും, ഔട്ട്പുട്ടാക്കി മാറ്റുന്നു. അവിടെ എന്താണ് വരിക, ഡിസിഷൻസും ആക്ഷൻസും അല്ലെങ്കിൽ ഡിസിഷൻസും പോളിസീസും പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അതാണ് എന്തെന്ന് പറയുക, ഔട്ട്പുട്ട് എന്ന് പറയുക. ഈ ഔട്ട്പുട്ടിൽ നിന്ന് എന്ത് ചെയ്യും, ഫീഡ്ബാക്ക് എടുക്കുന്നു. ആ ഫീഡ്ബാക്ക് എടുക്കുന്നതോട് കൂടിയിട്ട് എന്താണ്ടാവുക, അത് വീണ്ടും ഇൻപുട്ടായിട്ട് മാറുന്നു. അതാണ് ഈ ഒരു ഡയഗ്രത്തിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു ഇതൊരു ടേബിൾ വരയ്ക്കുക, അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് 2 ആരോ ഇട്ടിട്ട് ഡിമാൻഡ് സപ്പോർട്ടും ആക്കുക, അവിടെ ഇൻപുട്ട് എഴുതി വയ്ക്കുക. അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വര വരച്ചിട്ട് അത് ഡിസിഷനും ആക്ഷൻസും ആക്കുക അല്ലെങ്കിൽ പോളിസീസും ആക്കുക, അത് ഔട്ട്പുട്ടാക്കി മാറ്റുക. എന്നിട്ട് ഈ ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഒരു ആരോ മാർക്ക് കൊടുക്കുക. അതിൻ്റെ അവിടെ വേണമെങ്കിൽ ഫീഡ്ബാക്ക് എന്ന് എഴുതാം കേട്ടോ. ഫീഡ്ബാക്കിന് താഴെ എഴുതിയിട്ട് അത് ഇൻപുട്ടാക്കിയിട്ട് വീണ്ടും മാറ്റും. ഈ ഇൻപുട്ട് വീണ്ടും എന്താവും, ഡിമാൻഡ് സപ്പോർട്ടായി മാറും, പിന്നെ അത് ഡിസിഷനായിട്ട് മാറും. ഇതിങ്ങനെ എന്താണ്, ഒരു സൈക്ലിക്കൽ പ്രോസസ്സ് ആണെന്നാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഇത് മറക്കാണ്ട് വരച്ച് വയ്ക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡയഗ്രാമാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിൽ കേട്ടോ. സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ് അല്ലെങ്കിൽ അപ്രോച്ചിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ പൊളിറ്റിക്കൽ സയൻസിൽ നമുക്കറിയാം ഈ ഒരു രാഷ്ട്രീയ പഠനം എന്ന് പറയുന്നത് പലതരത്തിലുള്ള സിസ്റ്റത്തിനെ അനലൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യത്തോട് കൂടിയിട്ടാണ്. അതായത് നമ്മൾ പറഞ്ഞു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നതിനെ അനലൈസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഈ ഒരു സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റം അനലൈസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം വിശകലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അപ്രോച്ചാണ്. സോ ഇറ്റ് വാസ് ഡെവലപ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് ഓഫ് തേർഡ് വേൾഡ് കൺട്രീസ് വിച്ച് ട്രഡീഷണൽ തിയറീസ് ഓഫോൺ ഫെയിൽ ടു എക്സ്പ്ലെയിൻ. അതായത് പരമ്പരാഗതമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ പോലും പലപ്പോഴും വിശദീകരിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്ന 3ാം ലോക രാജ്യങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഡൈനാമിക്സ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് എന്ന് പറയുന്ന കാര്യം വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഗബ്രിയൽ ആൽമണ്ട് ആണ് ഈ ഒരു അപ്രോച്ചിൻ്റെ പ്രധാനപ്പെട്ട ഒരു വക്താവെന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയ സംവിധാനത്തിനുള്ളിൽ അവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയ ഘടനകളെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള ഒരു പഠനമാണ് സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അതായത് ഒരു രാഷ്ട്രീയ സമീപനം, അതായത് വിച്ച് എംഫസൈസ് ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ഫങ്ഷൻ വിത്തിൻ എ പൊളിറ്റിക്കൽ സിസ്റ്റം. ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്തുള്ള പൊളിറ്റിക്കൽ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷൻസിനെയും കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ്. ഇത് മറക്കരുത്.
ഇനി സ്ട്രക്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചേഴ്സ് റെഫേഴ്സ് ടു അറേഞ്ച്മെൻറ്റ്സ് വിത്തിൻ ദ പൊളിറ്റിക്കൽ സിസ്റ്റം ദാറ്റ് പെർഫോം സ്പെസിഫിക് ഫങ്ഷൻസ്. ദീസ് ക്യാൻ ഇൻക്ലൂഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ഗവൺമെൻറ് ഏജൻസീസ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച് ഇതിനകത്ത് സ്ട്രക്ചർ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനുള്ളിലെ അറേഞ്ച്മെൻറ്റ്സ് ആണ്. പലതരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നുണ്ടാവുക. അതൊരു പൊളിറ്റിക്കൽ പാർട്ടി ആവാം, ഗവൺമെൻറ് ഏജൻസി ആവാം, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. അപ്പോൾ എന്തുമാവാം, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നുണ്ടാവുക. അതായത് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ചിനകത്തുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. For example, a political party is a structure that communicates voters' wishes to government, educate the electorate and encourage political participation. അപ്പോൾ ഈ സ്ട്രക്ചറിനകത്ത് നമ്മൾ എന്ത് പറഞ്ഞു? പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാവാം, ഗവൺമെൻറ് ഏജൻസീസ് ഉണ്ടാവാം, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു രാഷ്ട്രീയ സംവിധാനം അതല്ലെങ്കിൽ വോട്ടർമാരെന്ത് ചെയ്യാണ്, അവരുടെ ഡിമാൻഡിനനുസരിച്ചിട്ട് ആ ഡിമാൻഡുകളൊക്കെ തന്നെ സർക്കാരിനെ അറിയിക്കുകയും വോട്ടേഴ്സിനെ എപ്പോഴും എഡ്യൂക്കേറ്റ് ചെയ്യുകയും അതുപോലെ അവരുടെ പൊളിറ്റിക്കലിൽ ഉണ്ടാകുന്ന പാർട്ടിസിപ്പേഷൻ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് എന്താണ്? ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസാണ്. അപ്പോൾ ഇത് അവരുടെ ഒരു ഘടനയാണ്. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ആരെന്ന് പറയുന്നത്? പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചർ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാകും. അത് ഗവൺമെൻറ് ആവാം, പൊളിറ്റിക്കൽ പാർട്ടി ആവാം, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസും ആവാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫങ്ഷൻസ് ആണ്. Functions are the roles or activities that structures perform to maintain and stabilize the political system. ഒരു രാഷ്ട്രീയ വ്യവസ്ഥയെ നിലനിർത്തുന്നതിനും അതുപോലെ സുസ്ഥിരമാക്കുന്നതിനും ഈ ഒരു സ്ട്രക്ചർ നിർവഹിക്കുന്ന റോളുകളോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളോ ഒക്കെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് പലതരത്തിലുള്ള ആക്ടിവിറ്റീസും റോൾസും ഒക്കെയാണ് ഫങ്ഷൻസ് ചെയ്യുന്നത്. സ്ട്രക്ചേഴ്സ് ആര് പെർഫോം ചെയ്യുന്നതാണ്? സ്ട്രക്ചേഴ്സ് ആരൊക്കെയായിരുന്നു എന്നാണ് പറഞ്ഞത്? പൊളിറ്റിക്കൽ പാർട്ടി ആവാം, ഗവൺമെൻറ് ഏജൻസീസ് ആവാം, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. ഇതൊക്കെ തന്നെ ചെയ്യുന്ന ആക്ടിവിറ്റീസിനോ അല്ലെങ്കിൽ അത് ചെയ്യുന്ന റോളുകളിനെയോ ഒക്കെ തന്നെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുന്നുണ്ടാവുക. അതായത് ഇതെന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും, സ്റ്റെബിലൈസ് ചെയ്യും പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫങ്ഷൻസ് എന്ന് പറയാം. ഇപ്പോൾ അക്കോർഡിംഗ് ടു ആൽമണ്ട്, എവറി പൊളിറ്റിക്കൽ സിസ്റ്റം ഹാസ് സ്ട്രക്ചേഴ്സ് ദാറ്റ് പെർഫോം സിമിലർ ഫങ്ഷൻസ് ത്രൂ ദേ മേ ഡു സോ ഇൻ ഡിഫറെൻറ്റ് വേസ് ടു ഡിഫറെൻറ്റ് എക്സ്റ്റെൻസ്. അപ്പോൾ ഈ ഒരു ഘടന എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്തുള്ള സംവിധാനങ്ങളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നിർവഹിക്കുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. പക്ഷേ അത് വ്യത്യസ്ത രീതിയിലും വ്യത്യസ്ത അളവുകളിലും എങ്ങനെ ചെയ്യാമെന്നാണ് ഫങ്ഷൻസിനകത്ത് പറയുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസും ഗവൺമെൻറ് ഏജൻസീസും ഒക്കെ തന്നെ അവരുടേതായിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. അത് പല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നാണ് ഫങ്ഷനകത്ത് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായി, ഫങ്ഷൻ എന്താണെന്ന് മനസ്സിലായി. സ്ട്രക്ചർ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസോ ഗവൺമെൻറ് ഏജൻസീസോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ്. ഫങ്ഷൻ എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ്, സൊസൈറ്റിയിൽ ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അസംഷൻസ് ഓഫ് സ്ട്രക്ചറൽ ഫങ്ഷണൽ അപ്രോച്ച്. ഇതിൻ്റെയൊക്കെ തന്നെ അസംഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നുണ്ട്. അതായത് എവറി പൊളിറ്റിക്കൽ സിസ്റ്റം ഹാസ് എ സ്ട്രക്ചർ ദാറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഓർഡർ ആൻഡ് പാറ്റേൺ ഇൻ ഹ്യൂമൻ ഇൻട്രാക്ഷൻസ്. അതായത് ഹ്യൂമൻ ഇൻ്ററാക്ഷൻസ് നടക്കാൻ വേണ്ടിയിട്ട്, അതായത് മനുഷ്യപരമായിട്ടുള്ള ഇടപെടലുകൾ എന്ന് പറയുന്നത് വളരെ ക്രമമായിട്ടും പാറ്റേണിലും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. പിന്നെ ജനറൽ ഫങ്ഷൻസ് ഉണ്ട്, എല്ലാത്തിനും പൊതുവായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഓൾ പൊളിറ്റിക്കൽ സിസ്റ്റം പെർഫോംസ് ദ സെയിം ജനറൽ ഫങ്ഷൻസ് ത്രൂ സ്പെസിഫിക് സ്ട്രക്ചേഴ്സ് ആൻഡ് മെത്തേഡ്സ് മേ വേ. അതായത് നിർദ്ദിഷ്ടമായിട്ടുള്ള ഘടനകളും രീതികളും ഒക്കെ തന്നെ വ്യത്യാസപ്പെടാമെങ്കിലും എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളും ഒരേ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് നിർവഹിക്കുന്നത്. പിന്നെ ഇതിലെ മൾട്ടി ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഓഫൺ പെർഫോം മൾട്ടിപ്പിൾ ഫങ്ഷൻസ് സിമിൾട്ടേനിയസ്ലി. അതായത് രാഷ്ട്രീയ ഘടനകൾ എപ്പോഴും ഒരേ സമയം ഒന്നിലധികം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരേ സമയം ഒന്നിലധികം പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ലേ? മൾട്ടി ടാസ്കിങ് അല്ലേ അവിടെ നടക്കുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് കൾച്ചറൽ മിക്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ വ്യവസ്ഥകളും അവിടുത്തെ കൾച്ചേഴ്സുമായിട്ട് അല്ലെങ്കിൽ സാംസ്കാരികവുമായിട്ട് മിക്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ ആധുനികമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും, പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടീനെ സംബന്ധിച്ച് ആധുനികമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും, പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ പലതരത്തിലുള്ള ഐഡിയോളജീസ് അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ചില പാർട്ടീസ്
ഇന്ന കാര്യങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഐഡിയോളജിക്ക് വിരുദ്ധമാണെന്നുണ്ടെങ്കിൽ അവരത് ചെയ്യില്ല. അത് പരമ്പരാഗതമാണെന്നുണ്ടെങ്കിൽ പോലും അവരത് മിക്സ്ചറാണ്, അതായത് പരമ്പരാഗതവും മാതൃകമായിട്ടുള്ള കാര്യങ്ങൾ മിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, അവർ ആ കാര്യം ചെയ്യില്ല. ഇപ്പം നിങ്ങൾക്ക് ഞാൻ സ്പെസിഫിക് ആയിട്ടൊരു പാർട്ടി എടുത്ത് പറയുന്നില്ല, എന്നാൽ കൂടി അവർ ഫോളോ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതൊരിക്കലും അവർ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുമെങ്കിലും പരമ്പരാഗതമായിട്ട് ഫോളോ ചെയ്ത ചില കാര്യങ്ങളിലൊന്നും അവർ ഒട്ടും വ്യത്യാസം വരുത്തുന്നില്ല. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളൊന്നും, അതിൽ ഇൻപുട്ട് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഔട്ട്പുട്ട് ഫങ്ഷൻസ് എന്തൊക്കെയാണ്. സോ ഇൻപുട്ട് ഫങ്ഷൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സ്ട്രക്ചറൽ ഫങ്ഷൻ അപ്രോച്ച് അല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ സ്ട്രക്ചേഴ്സിനും ഫങ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസിന് എന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു രാഷ്ട്രീയ സാമൂഹിക വൽക്കരണത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ഇൻവോൾവ്സ് ടീച്ചിങ് ഇൻഡിവിജ്വൽസ് ദ വാല്യൂസ് ആൻഡ് നോംസ് ഓഫ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം, പ്രിപ്പയറിംഗ് ദെൻ ഫോർ ആക്റ്റീവ് സിറ്റിസൺഷിപ്പ്. അതായത് ഇപ്പോൾ മൊത്തത്തിൽ വ്യക്തികളെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ചിട്ട് പഠിപ്പിക്കുകയാണ്. അതിൻ്റെ മൂല്യങ്ങളും മാനദണ്ഡങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ആക്റ്റീവായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം, ഈ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിനകത്തേക്ക് വരണം എന്നാണ് അതിലൂടെ പറയുന്നത്. അപ്പോൾ അതൊരു ഇൻപുട്ട് ഫംഗ്ഷനാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ അല്ലേ അത്. അതുപോലെ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, അവരെന്ത് ചെയ്യും, പൊളിറ്റിക്കൽ സ്ട്രക്ചറിലേക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സംവിധാനത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആർട്ടിക്കുലേഷൻ ആണ്. അതായത് ദിസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് എക്സ്പ്രസ് ദെയർ ഡിമാൻഡ്സ് ടു പൊളിറ്റിക്കൽ സിസ്റ്റം. ഇറ്റ് ഈസ് ഓഫൺ ഡൺ ത്രൂ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. അതായത് വ്യക്തികളും ഗ്രൂപ്പുകളും ഒക്കെ തന്നെ അവരുടേതായിട്ടുള്ള ഡിമാൻഡുകൾ, അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു രാഷ്ട്രീയ സംവിധാനത്തോട് പറയുന്നുണ്ട്. ഈ ഒരു പ്രക്രിയയാണ് അവരുടെ ഇൻട്രസ്റ്റ് ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെപ്പോഴും അവർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ വഴിയാണ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്നാലും അവർ അവരുടേതായിട്ടുള്ള ഓരോ ഇൻഡിവിജ്വൽസും അവരുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും എന്താണ്, ഒരു ഇൻപുട്ട് ഫംഗ്ഷനാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് തേർഡ് വൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് അഗ്രിഗേഷനാണ്. ഈ ഒരു ഗ്രൂപ്പിൻ്റെ ആവശ്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പോളിസീസാക്കി മാറ്റും. അതായത് പോളിസീസ്, ഇപ്പോൾ ഒരു ആളുകൾ പറയുകയാണ്, ഇപ്പോൾ നമ്മൾ മുമ്പ് റോഡിൻ്റെ കേസ് പറഞ്ഞ പോലെ അത് പോളിസിയാക്കി മാറ്റാണ് ഇതിലൊക്കെ ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, സാധാരണയായിട്ട് എന്ത് ചെയ്യും, ഈ താല്പര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യും, വളരെ യുക്തിസഹമായിട്ട് എന്ത് ചെയ്യും, നയങ്ങളിലേക്ക് മാറ്റുകയാണ്. അതായത് ഈ ഇൻട്രസ്റ്റുകളെയൊക്കെ തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവരുടെ ആവശ്യങ്ങളെയൊക്കെ തന്നെ നിറവേറ്റണം എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഓരോ ഡിസിഷനിലേക്കും പോളിസിയിലേക്കും എത്തിക്കുകയാണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷനാണ്. ദിസ് ഫംഗ്ഷൻ ഇൻവോൾവ്സ് ദ ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ വിത്തിൻ ദ പൊളിറ്റിക്കൽ സിസ്റ്റം എസെൻഷ്യൽ ഫോർ ദി കോർഡിനേഷൻ ഓഫ് ദ ഫങ്ഷൻസ്. മീഡിയ ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് പ്ലേ ക്രൂഷ്യൽ റോൾ ഇൻ ദിസ് പ്രോസസ്സ്. അപ്പോൾ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ രാഷ്ട്രീയ സംവിധാനത്തിനുള്ളിലുള്ള ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളിലേക്ക് ഒഴുകുന്നുണ്ട്, ആളുകളിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അത് ആളുകളിലേക്ക് എത്തുകയും, അതായത് മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രോസസ്സിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആശയവിനിമയം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഫോർത്ത് വണ്ണിനകത്ത് പറയുന്നത്. സോ ഇതാണ് ഇൻപുട്ട് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സ്ട്രക്ചറൽ ഫങ്ഷൻ അനാലിസിസ് പറഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞത് ഇൻപുട്ട് ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇൻപുട്ടായിട്ടുള്ള രീതിയിൽ ഈ ഒരു രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുക, ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവരിൽ ഇൻട്രസ്റ്റ് ആർട്ടിക്കുലേറ്റ് ചെയ്യുക, ഇൻട്രസ്റ്റ് അഗ്രിഗേറ്റ് ചെയ്യുക, എന്നിട്ട് അതിനുശേഷം ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ വരുത്തുക. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പൊളിറ്റിക്കൽ സിസ്റ്റവും ചെയ്യുന്നുണ്ട്. ഇനി ഔട്ട്പുട്ട് ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇൻപുട്ടിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്, ഡിമാൻഡും സപ്പോർട്ടുമാണ് ഉണ്ടാവുക അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് തന്നെയാണ് ഇവിടെ ഉള്ളത്, ഡിമാൻഡും സപ്പോർട്ട് തന്നെയാണ്. ഔട്ട്പുട്ട് ഫങ്ഷൻസിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു, റൂൾ മേക്കിംഗ് ആണ്. ദിസ് ഇൻവോൾവ്സ് ദ ക്രിയേഷൻ ഓഫ് ലോസ് ആൻഡ് പോളിസീസ്. ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ സിസ്റ്റം ഹാവ് വേരിയസ് റൂൾ മേക്കിംഗ് ബോഡീസ് സച്ച് എസ് പാർലമെൻറ്റ്സ് ഓർ കൗൺസിൽ. അപ്പോൾ റൂൾ മേക്കിംഗ് എന്ന് പറയുന്ന കാര്യത്തിൽ നിയമങ്ങളും നയങ്ങളും ഒക്കെ തന്നെ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ രാഷ്ട്രീയ സംവിധാനത്തിനും എന്തുണ്ട്, ഇപ്പോൾ പാർലമെൻറ്റുകൾ, കൗൺസിലുകൾ, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നിയമനിർമ്മാണ സ്ഥാപനങ്ങളുണ്ട്. ഇതിലൂടെയാണ് റൂൾസ് എന്ന് പറയുന്നത് മേക്ക് ചെയ്യപ്പെടുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റൂൾ ആപ്ലിക്കേഷൻസ് ആണ്. അതായത് ദിസ് റെഫേഴ്സ് ടു ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ലോ ആൻഡ് പോളിസീസ്. ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ് ആർ typically responsible for this function. സോ റൂൾ ആപ്ലിക്കേഷനകത്ത് ഈ നിയമങ്ങളും നയങ്ങളും ഒക്കെ തന്നെ നടപ്പിലാക്കുന്നതിനെ കുറിച്ചിട്ടും ആ നടപ്പിലാക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ, ബ്യൂറോക്രാറ്റ്സുകളൊക്കെ തന്നെ സാധാരണയായിട്ട് എന്ത് ചെയ്യാണ്, ഈ റൂൾ മേക്ക് ചെയ്തത് റൂൾ അപ്ലൈ ചെയ്യാണ്. റൂൾ മേക്ക് ചെയ്ത് വരുന്നു, ആ റൂൾ അപ്ലൈ ചെയ്തിട്ട് സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്നു. റൂൾ അഡ്ജുഡിക്കേഷൻ എന്ന് പറയുന്നൊരു കാര്യം, ഈ അഡ്ജുഡിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിനകത്ത് പറയുന്നത്
ഈ നമ്മൾ പ്രവർത്തിക്കുന്ന, അതായത് റൂൾ ആപ്ലിക്കേഷൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിയമനിർമ്മാണത്തിൻ്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു പ്രവർത്തനത്തിൽ നിയമങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് അതിനെക്കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ തർക്കങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടുന്നു, ജസ്റ്റിസ് എങ്ങനെ ഉറപ്പാക്കുന്നു, അതുപോലെ ഏറ്റവും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ജുഡീഷ്യറിനെ കുറിച്ചിട്ടുമൊക്കെയാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതാണ് റൂൾ അഡ്ജുഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ജുഡീഷ്യറി എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഔട്ട്പുട്ട് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഡിമാൻഡും സപ്പോർട്ടും ഒക്കെ കൊടുത്ത ശേഷം അത് പോളിസിയും ഡിസിഷൻസും ആയിട്ട് മാറിക്കഴിയുമ്പോൾ ഔട്ട്പുട്ട് ഫങ്ഷനകത്ത് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് റൂൾ അഡ്ജുഡിക്കേഷൻ എന്നുള്ള കാര്യമാണ്. സോ ഇത്തരത്തിൽ സിസ്റ്റത്തിനുള്ളിലുള്ള ടോട്ടലായിട്ടുള്ള സ്ട്രക്ചറിനെ കുറിച്ചിട്ടും അതുപോലെ ഇത് നിർവഹിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടും ഒക്കെ തന്നെ ടോട്ടലായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു രാഷ്ട്രീയ സംവിധാനം എന്ന് പറയുന്നത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിനുള്ളൊരു ഫ്രെയിം വർക്ക്, അതായത് നമ്മൾ ടോട്ടലായിട്ട് ഇപ്പോൾ ഒരു ഫ്രെയിം വർക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു, നമ്മുടെ പൊളിറ്റിക്കൽ സംവിധാനങ്ങൾ എങ്ങനെയാണ് ഇതിൽ വരുന്നത്, ഈ ഒരു ചട്ടക്കൂട് എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സോ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു രാഷ്ട്രീയ സംവിധാനം എന്ന് പറയുന്നത് താരതമ്യം ചെയ്യാനും കൾച്ചറും അതുപോലെ നമ്മുടെ ഡെവലപ്മെൻറ്റും മറ്റ് സിറ്റുവേഷൻസിൻ്റെ ഒക്കെ തന്നെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുവാനുമാണ് ഈ ഒരു കാര്യം സഹായിക്കുന്നത്. സോ ഓവറോളായിട്ട് ഈ ഒരു മൊഡ്യൂളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് സിസ്റ്റം അനാലിസിസും പൊളിറ്റിക്കൽ സിസ്റ്റത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് സിസ്റ്റം അനാലിസിസ് എന്നും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറഞ്ഞു, ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിനെ കുറിച്ചിട്ടും സ്ട്രക്ചറൽ ഫംഗ്ഷൻ അനാലിസിസിനെ കുറിച്ചിട്ടും പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക.